ഹായ് ഓൾ, റിയൽ അനാലിസിസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എൽ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലിന് ചുറ്റും ഏതൊരു അബ്സലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം, ഒരു ഡെൽറ്റ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ഈ പറഞ്ഞിരിക്കുന്ന എ മൈനസ് ഡെൽറ്റ അതുപോലെ തന്നെ എ പ്ലസ് ഡെൽറ്റേൻ്റെ ഉള്ളിലുള്ള എല്ലാ എക്സുകളുടെയും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ എല്ലുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും എന്തിനെക്കാട്ടിയും കുറവായിരിക്കണം, അബ്സലോണിനെക്കാട്ടിയും കുറവായിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലേ, അല്ലെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ പറ്റിയാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് എൽ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എവിടെയുള്ള എക്സുകൾ മാത്രം പരിഗണിക്കാം. എയും അതുപോലെ ഓപ്പൺ എ കോമ എ പ്ലസ് ഡെൽറ്റയ്ക്കിടയിലുള്ള എല്ലാ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഫ് ഓഫ് എക്സ് വാല്യൂവും അതുപോലെ തന്നെ എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം, ലെസ് ദാൻ അബ്സലോൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സുകൾ എവിടെ, എഫ് ഓഫ് എക്സുകൾ എവിടെ വേണമെന്നേ ഉള്ളൂ, നമ്മുടെ റൈറ്റ് സൈഡിൽ വേണമെന്നേ ഉള്ളൂ. അതായത് ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൽ എച്ച് എല്ലിനെ പറ്റി പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പം ഏത് ഇൻ്റർവെല്ലാണ്, എ മുതൽ എ പ്ലസ് ഡെൽറ്റ വരെയുള്ള എക്സുകളിൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനെക്കാട്ടിയും ചെറുതാക്കാൻ പറ്റണം, അബ്സലോണിനെക്കാട്ടിയും ചെറുതാക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കാം, അങ്ങനെയുള്ള ലിമിറ്റുകളെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതേ സംഭവം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇപ്പം നമ്മൾ പരിഗണിച്ചത് റൈറ്റ് സൈഡിലുള്ള എയുടെ റൈറ്റ് സൈഡിൽ ഡെൽറ്റ ഡിസ്റ്റൻസിലുള്ള എക്സുകളിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ അബ്സലോൺ ആണെങ്കിൽ എല്ലിന് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന രീതിയിൽ പരിഗണിക്കാം. ഇനി ഇതേ കേസ് എയുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ എന്ത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അതിനൊരു എക്സാമ്പിളൊക്കെ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ആയിട്ട് വരുന്ന എ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ എ മൈനസ് ഡെൽറ്റ കോമ എ എന്ന് പറയുന്ന ഈ ഓപ്പൺ ഇൻ്റർവെൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നൈബർഹുഡിൽ, അതായത് എയുടെ ലെഫ്റ്റ് സൈഡിലുള്ള നൈബർഹുഡിലുള്ള ഏതൊരു എക്സ് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ ഉണ്ടാവും. ആ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനെക്കാട്ടും ചെറുതാക്കാൻ പറ്റണം, ലെസ് ദാൻ അബ്സലോൺ ആക്കാൻ പറ്റണം. അതായത് ഈ എ മൈനസ് ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പൺ നൈബർഹുഡിലുള്ള ഏത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂവും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് അത്രത്തോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. അങ്ങനെ ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എല്ലിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ഈ എല്ലിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, എഫ് ഓഫ് എക്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്നുള്ളത്. ഈ എൽ എച്ച് എൽ എന്നാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആർ എച്ച് എൽ എന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എന്തുണ്ടെന്ന് പറയാൻ പറ്റൂ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ക്രൈറ്റീരിയ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, എൽ എച്ച് എല്ലും എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആർ എച്ച് എല്ലും എക്സിസ്റ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്ത് മറ്റൊന്ന് എക്സിസ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ അവിടെ ഫംഗ്ഷൻ എന്തുണ്ടാവില്ല, ലിമിറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു അപ്രോച്ച് ബി, ഒരു ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, എ ആണ്, ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
L ആണ് capital L. Okay. A function f of x is said to approach capital L as x tends to a. അതായത് x approach ചെയ്യുന്നത് എവിടുന്ന്? From the right or from above. അതായത് ഈ പറഞ്ഞിരിക്കുന്ന f of x എന്ന് എന്ത് ചെയ്യുന്നു? a എന്ന് എക്സ് എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇതാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇഫ് ഗിവൺ അബ്സലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ഓൾവേസ് ലെസ് ദാൻ അബ്സലോൺ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് അബ്സലോൺ. അതായത് എയും എ പ്ലസ് ഡെൽറ്റയ്ക്ക് ഇടയിലുള്ള എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂ എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? അബ്സലോണിനെ കാട്ടിയും കുറവായിരിക്കണം. ദ നമ്പർ എൽ ഈസ് കോൾഡ് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എ. ഈ എല്ലിനെയാണ് നമ്മുടെ എഫിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എ എന്ന് വിളിക്കുക. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്നൊരു നൊട്ടേഷൻ കൊടുക്കും. എ പ്ലസ് എഫ് ഓഫ് എക്സ്. സാധാരണ നമ്മൾ ലിമിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ന് മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ ആ എഫ് ഓഫ് എക്സിന് എന്തുണ്ട്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എ ഉണ്ടെന്നാണ് മീനിങ്. ആ വാല്യൂ ആണത് എൽ എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ എ പ്ലസ് ഡെൽറ്റ. എ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ നൈബർഹുഡിൽ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്താൽ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെയുള്ള ഓരോ എക്സിനും എഫ് ഓഫ് എക്സ് വാല്യൂ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും ഒബിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ഇതേ കണ്ടീഷൻ തന്നെയാണ് തിരിച്ചു വരുന്നത്. അതായത് ഇടതുവശത്തേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഇന്റർവെൽ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യും. അപ്പോൾ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു അപ്രോച്ച് എം. ഒരു എം എന്ന് പറഞ്ഞ ഒരു പോയിന്റ് as x approaches a from the left or from below. താഴെ നിന്ന് എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഈഫ് എപ്പോഴാണ്? ഫോർ എവറി അബ്സലോൺ ഗ്രേറ്റർ ദാൻ 0. നമുക്കൊരു അബ്സലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എം ലെസ് ദാൻ അബ്സലോൺ. എഫ് ഓഫ് എക്സും എം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റണം? കുറച്ച് എടുക്കാൻ പറ്റണം. വെൻ എവർ എ മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള എ മൈനസ് ഡെൽറ്റക്കും അതുപോലെ തന്നെ എക്കും ഇടയിലുള്ള എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സും എമ്മും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാക്കാൻ പറ്റണം. ഇവിടെ എം എന്ന് യൂസ് ചെയ്യാൻ കാരണം ഇതേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്ന അതേ വാല്യൂ തന്നെ എന്ത് ചെയ്യണമെന്നില്ല? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് ഒരു പോയിന്റിന് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് എക്സ് 1 വെൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആൻഡ് -1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ് വരിക? അതായത് 0യിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ലിമിറ്റ് അറ്റ് 0. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എങ്ങനെ വരും? അതായത് 0ന്റെ എന്ത് ചെയ്യുന്നു? ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് റൈറ്റ് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓരോ എക്സിനും കറസ്പോണ്ടിങ് വാല്യൂ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഇവിടെയുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് വാല്യൂ എപ്പോഴും തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും വരിക അല്ലേ? അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇത് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആകുമ്പോൾ -1ഉം അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ 1ഉം. അത് എങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, തിരിച്ച് ഡിഫൈൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരച്ചതുകൊണ്ട് ആ രൂപത്തിൽ എടുക്കുന്നത് മാത്രം. അപ്പോൾ എക്സ് പോസിറ്റീവ് സൈഡിലാവുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, അതായത് പോസിറ്റീവ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ RHL എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എവിടുന്ന് ടെൻഡ് ചെയ്യുന്നു? 0 മൈനസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെൽ ഞാൻ എവിടെ എടുക്കണം? ലെഫ്റ്റ് സൈഡിൽ എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ എക്സ് വാല്യൂൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? -1 ആണ് അല്ലേ? -1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അവിടെ എല്ലാം ഡിഫൈൻ ചെയ്ത് -1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന 0
മൈനസ് ഡെൽറ്റ ഓപ്പൺ 0 മൈനസ് ഡെൽറ്റ 0 എന്ന് പറയുന്ന നൈബർഹുഡിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ഓൾവേസ് എന്ത് തന്നെയാണ്? ദാറ്റ് കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ എന്ത് വന്നു? LHL എന്ന് പറയുന്നത് എന്താണ്? LHL എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 0യിലുള്ള RHL വാല്യൂ 1ഉം LHL വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പം നമുക്ക് ഇതിന്റെ RHL വാല്യൂ LHL വാല്യൂ എന്താണ്? ഡിഫറെന്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x does not exist. എന്ത് ചെയ്യുന്നില്ല? ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ x = 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ എന്തില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും അത് ഈക്വൽ ആവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഫംഗ്ഷൻ എപ്പോൾ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാ ഇൻ ദ കേസ് ഓഫ് RHL ആൻഡ് LHL. റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും ബേസ് ചെയ്തുകൊണ്ട് ലിമിറ്റിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ്, അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ്. മോഡ് എക്സിന്റെ പ്രത്യേകത എന്താ? മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാ? ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? മോഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ സിംപ്ലി എന്ത് തന്നെ എടുത്താൽ മതി? ആ എക്സിന്റെ വാല്യൂ എന്താണോ അത് തന്നെ എടുക്കുക. പക്ഷേ എക്സ് ലെസ് ദാൻ 0 ആയാലും മോഡ് എക്സിന്റെ വാല്യൂ എപ്പോഴും തന്നെയാണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആയ ഒരു വാല്യൂനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എക്സ് എടുക്കാം. അപ്പോൾ എക്സ് 0നെക്കാട്ടും കൂടുമ്പോൾ എക്സ് വരും, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ് എക്സ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നിങ്ങൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 0ക്ക് ശേഷം എന്ത് വരും? 0ക്ക് ശേഷം എക്സും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യും? നെഗറ്റീവ് എക്സ് ആണ് വരിക അല്ല, നെഗറ്റീവ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് വരും. ഓരോ y വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും അല്ല ഈ രൂപത്തിൽ മോഡ് എക്സിന്റെ ഗ്രാഫ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ മോഡ് എക്സ് മാത്രം പരിഗണിക്കാൻ കാരണം എക്സ് എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി നമുക്ക് അറിയുന്ന എക്സിന് ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഒറ്റ യൂണീക്ക് ആയിട്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്തരം ലിമിറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഏത് ഫംഗ്ഷൻ ആണോ സ്പ്ലിറ്റ് വരുന്നത് അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് വരുന്നത് ആ ഫംഗ്ഷനെ മാത്രം പരിഗണിക്കുക ആദ്യം. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് എക്സ് 0 മൈനസിലേക്ക് വരുമ്പോൾ എക്സ് 0 മൈനസ് എന്ന് പറയുമ്പോൾ എന്താ? ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ? നെഗറ്റീവ് എക്സ് ആണ് അല്ലെ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് എക്സ് ആണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന 0 മൈനസ് ഡെൽറ്റ മുതൽ 0 വരെ ഫംഗ്ഷൻ എങ്ങനെയായാലും നെഗറ്റീവ് എക്സ് ആയിട്ടാണ് പോവുക അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് 0ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നൈബർഹുഡിൽ എന്തായിട്ടാണ് മാറുക? നെഗറ്റീവ് എക്സ് ആയിട്ടാണ് മാറുക. അപ്പം നെഗറ്റീവ് എക്സ് ബൈ എക്സ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? -1 കിട്ടും. അതായത് LHL വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? LHL വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇനി RHL വാല്യൂ അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? മോഡ് എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. എക്സ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ അതുപോലെ തന്നെ വരും. അപ്പോൾ ആ കേസിൽ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ എക്സ് ബൈ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് 1 ആയിട്ട് വരും. അതായത് LHL വാല്യൂ എന്താ കിട്ടുക? LHL വാല്യൂ -1 ആണ്. RHL വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇവിടെയും ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഓക്കെ, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന CSIR അതുപോലെ തന്നെ ഗേറ്റ് NBHM പോലുള്ള എക്സാമിന് ചോദിച്ചിരിക്കുന്ന സെറ്റ് പോലുള്ള എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ലിമിറ്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. അപ്പോൾ ആ സോൾവ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചധികം തിയറങ്ങൾ ആവശ്യമുണ്ട്. അന്ന് ആൽജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്തൊക്കെയാണ്, കൂട്ടാനും കിഴിക്കാനൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ സ്ക്യൂസ് തിയറം നമുക്ക് പഠിക്കാനുണ്ട്. യൂണിക്നെസ് ഓഫ് ലിമിറ്റ് പഠിക്കാനുണ്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണീക്ക് ആയിരിക്കും എന്നുള്ളത് അതൊക്കെ നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നാളത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ യൂസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചു വരിക. ഓക്കെ.